ഇന്ന് കൊട്ടിക്കലാശം. അട്ടിമറികൾ ഏറെ പ്രതീക്ഷിക്കുന്ന ആകാംക്ഷയേറെയുള്ള തിരഞ്ഞെടുപ്പിലേക്കാണ് 26-ന് കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തുക. 20 മണ്ഡലങ്ങളും പ്രചാരണത്തിൽ തകർത്താടിയെങ്കിലും ഒരു ത്രില്ലർ സിനിമ പോലെ അനിശ്ചിതത്വങ്ങളും വിവാദങ്ങളും നിറഞ്ഞു നിന്ന പ്രചരണ കാലമായിരുന്നു തൃശൂരിലേത്. തൃശൂർ, ഗുരുവായൂർ, മണലൂർ, ഒല്ലൂർ, നാട്ടിക, ഇരിങ്ങാലക്കുട, പുതുക്കാട് തന്നെ 7 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് തൃശൂർ ലോക്സഭാ മണ്ഡലം. ഇടതുപക്ഷത്തിനോട് കൂറു പുലർത്തുന്ന മണ്ഡലം ചിലപ്പോഴൊക്കെ കോൺഗ്രസിനും അനുകൂല വിധിയാണ് നൽകിയിട്ടുള്ളത്. 2019 തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കണക്കുകൾ പ്രകാരം 12,93,744 വോട്ടർമാരാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലുള്ളത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ഏറെ മുമ്പ് തന്നെ പ്രചാരണം ആരംഭിച്ച സുരേഷ് ഗോപി മുതൽ പത്മജിയുടെ BJP പ്രവേശത്തോടെ കെ മുരളീധരന്റെ തൃശൂരിലേക്കുള്ള അപ്രതീക്ഷിത എൻട്രിയും സുരേഷ് ഗോപിയുടെ ലൂർദ് മാതാവിനുള്ള കിരീടവും പൂരം കലക്ക് വിവാദവും വരെ ചൂടേറിയ തെരഞ്ഞെടുപ്പ് വിഷയങ്ങളായിരുന്നു. അവസാന നിമിഷം വരെ നാടിളക്കി നടത്തിയ പ്രചാരണത്തിന്റെ വിജയി ആരെന്ന് പ്രവചിക്കാൻ സ്വന്തം പാർട്ടികൾ വരെ ഒരു നിമിഷം ആലോചിക്കുന്ന സ്ഥിതിയിലേക്ക് കട്ടയ്ക്കാണ് 3 മുന്നണികളും പ്രചാരണത്തിൽ ചൂടേറി നിന്നത്. വിവാദങ്ങളിലൂടെയുള്ളൊരു ജൈത്രയാത്ര തന്നെയായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രചരണ കാലം. മകളുടെ വിവാഹത്തിന് മുന്നോടിയായി ലൂർദ് മാതാവിന് സമർപ്പിച്ച കിരീടമായിരുന്നു ആദ്യ വിവാദം. നേർച്ചയായി സമർപ്പിച്ചതിന്റെ മാറ്റ് പരസ്യപ്പെടുത്തേണ്ടതില്ലെന്ന് പള്ളി കമ്മിറ്റി തീരുമാനിച്ചു. തെരഞ്ഞെടുപ്പിന് ശേഷം 10 ലക്ഷത്തിന്റെ പൊൻകിരീടം നൽകുമെന്ന സുരേഷ് ഗോപിയുടെ പ്രതികരണവും പിന്നാലെ വന്നു. പിന്നാലെ സ്വീകരണ സ്ഥലത്ത് ആള് കുറഞ്ഞതിന് പ്രവർത്തകരോട് കയർക്കുന്ന വീഡിയോയും പുറത്തായി. വിവാദങ്ങൾ നിൽക്കുമ്പോഴും പ്രധാനമന്ത്രിയുടെ 3 തവണയായുള്ള വരവും ജയിച്ചാൽ കേന്ദ്രമന്ത്രി എന്ന ക്യാമ്പയിനും കരുവന്നൂർ നടപടികളും തൃശൂർ വിജയം കാണിക്കുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. പ്രതാപനെ വെച്ച് തെരഞ്ഞെടുപ്പ് തുടങ്ങിയ കോൺഗ്രസിനേറ്റ അപ്രതീക്ഷിത അടിയായിരുന്നു പത്മജിയുടെ BJP പ്രവേശം. പ്രതാപന്റെ ചുവരെഴുത്ത് മായ്ച്ച് കെ മുരളീധരനെ ഇറക്കി. സഹോദരിയെ തള്ളിപ്പറഞ്ഞ് പ്രചരണം തുടങ്ങിയ മുരളിക്ക് പത്മജി നൽകിയ ഷോക്കായിരുന്നു മുരളി മന്ദിരത്തിൽ കരുണാകരന്റെ സ്മൃതി കുടീരത്തിനു മുൻപിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് BJP അംഗത്വം നൽകിയത്. സ്മൃതി കുടീരത്തിൽ പ്രവേശനം നൽകിയിരുന്നില്ലെങ്കിൽ മുരളി നയിക്കേണ്ട ഒരു പ്രതിഷേധ പ്രകടനം തന്നെ പത്മജിയുടെ ആ ഒരു വാക്കിൽ ഇല്ലാണ്ടായിപ്പോയി. തിരഞ്ഞെടുപ്പുകളിൽ ജയവും തോൽവിയും മുരളിക്ക് പരിചിതമാണ്. ഇതുവരെ മത്സരിച്ച 12 തെരഞ്ഞെടുപ്പുകളിൽ 6 ജയവും 6 പരാജയവുമാണ് മുരളിയുടെ സമ്പാദ്യം. കൊണ്ടും കൊടുത്തും മുന്നേറിയ മുരളിക്ക് ഗ്രൂപ്പിന് അതീതമായി കിട്ടുന്ന പിന്തുണ കൂടിയാകുമ്പോൾ വിജയം ഉറപ്പാണെന്നാണ് UDFന്റെ കണക്കുകൂട്ടൽ. അതിനിടയിൽ കയറി വന്ന പ്രധാനമന്ത്രിയുടെ ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവന മണ്ഡലത്തിലെ നിർണായകമായ ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസിലേക്ക് എത്തിക്കുന്നതിന് സഹായകമാകുമെന്നാണ് കോൺഗ്രസ് ക്യാമ്പിന്റെ വിലയിരുത്തലുകൾ ഉള്ളത്. മുൻ മന്ത്രിയും ഊർജ്ജസ്വലനായ CPI നേതാവുമായ സുനിൽകുമാറിന്റെ പ്രവർത്തനം ഇടതുമുന്നണിയുടെ ശക്തമായ അടിത്തറയിൽ ശക്തമാണ്, ഭദ്രമാണ്. ജനങ്ങൾക്കിടയിൽ ഊളിയിട്ടിറങ്ങി പ്രവർത്തിക്കുന്നവനാണ് സുനിൽകുമാർ എന്നാണ് പൊതുജനാഭിപ്രായം. അങ്ങനെ നോക്കുമ്പോൾ സുനിലിന്റെ ആ മിടുക്ക് അവർക്ക് മുതൽക്കൂട്ടാണ്. മാത്രമല്ല, മത്സര രംഗത്ത് ഇതുവരെ പരാജയം അറിയാത്ത നേതാവെന്ന പ്രത്യേകതയും സുനിൽകുമാറിനുണ്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ താഴെത്തട്ടിൽ ജോലികൾ പൂർത്തിയാക്കിയിരുന്നു ഇടതുമുന്നണി. VS സുനിൽകുമാറിന് ആകെ പ്രതിസന്ധി ഉണ്ടായത് CPMനെ കൊണ്ട് മാത്രമാണ്. കരുവന്നൂരും ഏറ്റവും ഒടുവിലുണ്ടായ പൂരം കലക്കൽ വിവാദവും ഇടത് ക്യാമ്പിനുണ്ടാക്കിയിരിക്കുന്ന ആശങ്ക ചെറുതല്ല. സ്ഥാനാർത്ഥിയുടെ സ്വീകാര്യതയും പ്രതിച്ഛായയും കൊണ്ട് ജയം നേടാമെന്ന് മാത്രമാണ് ഇടതിന്റെ ആത്മവിശ്വാസം. ഒന്നല്ലെങ്കിൽ മറ്റൊന്നിൽ പ്രതീക്ഷ വെക്കുകയാണ് 3 മുന്നണിയും. ഇതിൽ കരുവന്നൂർ ബാധിതരുടെ ഇരിങ്ങാലക്കുടയും പൂരത്തിന്റെ തൃശൂരും ഗുരുവായൂരുമാകും ആര് ജയിക്കുമെന്നതിൽ നിർണായകമാകുക.